കാവുകണ്ടം സെന്റ് മരിയ ഗൊരേത്തി ഇടവകയിലെ വിവിധ ഭക്തസംഘടനകളുടെ നേതൃത്വത്തിൽ ജില്ലാ ആരോഗ്യ വകുപ്പിന്റെയും പാലാ ബ്ലഡ് ഫോറത്തിന്റെയും HDFC ബാങ്കിന്റെയും സഹകരണത്തോടെ ലോക എയ്ഡ്സ് ദിനാചരണവും മെഗാ രക്തദാന ക്യാമ്പും രക്തഗ്രൂപ്പ് നിർണയ ക്യാമ്പും നടത്തി. കാവുകണ്ടം സെന്റ് മരിയ ഗൊരേത്തി പാരിഷ് ഹാളിൽ വെച്ച് നടന്ന ക്യാമ്പിൽ ഫാദർ സ്കറിയ വേഗത്താനം അധ്യക്ഷത വഹിച്ചു. കടനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിജി തമ്പി ഉപ്പുമാക്കൽ എയ്ഡ്സ് ദിനാചരണവും രക്തദാന ക്യാമ്പും ഉദ്ഘാടനം ചെയ്തു. ജില്ലാ മാസ് മീഡിയ ഓഫീസർ ഡോമി ജോൺ മുഖ്യപ്രഭാഷണവും പാലാ ബ്ലഡ് ഫോറം ജനറൽ കൺവീനർ ഷിബു തെക്കേമറ്റം രക്തദാന സന്ദേശവും നടത്തി. KKCC പ്രസിഡന്റ് ജോജോ പടിഞ്ഞാറയിൽ, പാലാ ബ്ലഡ് ഫോറം ഡയറക്ടർ ബോർഡ് അംഗം ജെയ്സൺ പ്ലാക്കണ്ണി, പിതൃവേദി പ്രസിഡന്റ് ഡേവിസ് കല്ലർക്കൽ, മാതൃവേദി പ്രസിഡന്റ് നൈസ് ലാല തെക്കലങ്ങിയിൽ, ജോയൽ ആമിക്കാട്ട്, ഡോക്ടർ മാമച്ചൻ, സിസ്റ്റർ ആഗ്നസ് FCC, സിസ്റ്റർ ബിൻസി FCC എന്നിവർ പ്രസംഗിച്ചു. ക്യാമ്പിന് പാലാ മരിയൻ മെഡിക്കൽ സെന്റർ ബ്ലഡ് ബാങ്ക് നേതൃത്വം നൽകി. ക്യാമ്പിൽ 50ഓളം പേർ രക്തം ദാനം ചെയ്തു. മാതാപിതാക്കളും മക്കളും ഒരുമിച്ച് വന്ന് രക്തം ദാനം ചെയ്തത് ശ്രദ്ധേയമായി. ജോഷി കുമ്മേനിയിൽ, ജസ്റ്റിൻ മനപ്പുറത്ത്, അഭിലാഷ് കോഴിക്കോട്ട്, തോമസ് ആണ്ടുകുടിയിൽ, ബിജു കോഴിക്കോട്ട്, ജോസ് കോഴിക്കോട്ട്, ബിജു ഞള്ളായിൽ തുടങ്ങിയവർ പരിപാടികൾക്ക് മനുഷ്യന്റെ ജീവനെ നിലനിർത്തുന്നത് ബ്ലഡാണ്. അപ്പം നമ്മൾ ഇപ്പം കൂടുതലായിട്ട് നമുക്കറിയാം, അപകടങ്ങൾ ഭയങ്കരമായിട്ട് പണ്ടത്തിൽ നിന്ന് വ്യത്യസ്തമായി കൂടി വരുന്ന ഒരു സാഹചര്യമാണ് ഇന്നുള്ളത്. അപ്പം മരണ കാരണമാകുന്നത് മിക്കപ്പോഴും രക്തം വാർന്ന് മരിച്ചു പോവുക എന്നുള്ളതാണ്. സമയത്ത് ബ്ലഡ് കൊടുക്കാൻ പറ്റാതെയും അതുപോലെ തന്നെ രക്തം വാർന്നും ഒത്തിരി അപകടങ്ങളിൽ ആൾക്കാർ മരിക്കുന്നുണ്ട്. അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ബ്ലഡ് ഇങ്ങനെ എടുത്ത് അത് ബ്ലഡ് ബാങ്കിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ എമർജൻസി സാഹചര്യം വന്നു കഴിയുമ്പോഴത്തേനും നമുക്ക് ആ ബ്ലഡ് പകരമായിട്ട് ആ സമയത്ത് ആൾക്കാരിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റാതെ വരുമ്പം ആ ബ്ലഡ് ബാങ്കിൽ നിന്ന് നമുക്ക് ആ ബ്ലഡ് എടുത്ത് ആ രോഗിയെ അല്ലെങ്കിൽ ആ ആളെ രക്ഷിക്കാനുള്ള ഒരു സാഹചര്യം നമുക്കുണ്ടാകുന്നു. അതുകൊണ്ട് തന്നെയാണ് എല്ലാ ആശുപത്രി വഴിയും നമുക്കറിയാം ബ്ലഡ് ബാങ്കുകളുണ്ട്. സമയത്ത് ബ്ലഡ് അവിടെ നിന്ന് എടുത്തിട്ട് പിന്നെ പകരം ആളെ കൊണ്ടുപോയി നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിൽ കാവുകണ്ടം പള്ളിയിലും ഇന്ന് നമ്മളിങ്ങനെ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് ഗ്രൂപ്പ് ഏതാണെന്ന് പരിശോധിക്കാനും നമുക്ക് സാധിക്കും. യഥാർത്ഥത്തിൽ ഒരു മനുഷ്യന്റെ ജീവന്റെ നിലനിർത്തുക മാത്രമല്ല, ഒരു വിത്തിയാക്കി തീർക്കുന്ന ഒരു ഘടകത്തിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ചോര എന്നുള്ളതാണ്. അപ്പോൾ പല രക്തഗ്രൂപ്പുകളുണ്ട്. A ഉണ്ട്, B ഉണ്ട്, B പോസിറ്റീവ് ഉണ്ട്, O പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്, പല ഗ്രൂപ്പുകളുണ്ട്. എന്നാൽ ഇതെല്ലാം 125 പ്രാവശ്യം ഇങ്ങനെ രക്തം ദാനം ചെയ്തുകൊണ്ട് സമൂഹത്തിൽ വലിയ ഒരു മാതൃക പ്രവർത്തനം കാഴ്ചവെച്ച കാരുണ്യപ്രവർത്തകരായ ഷിബു തെക്കേമറ്റത്തിന്റെ സാന്നിധ്യം നമ്മുടെ ഈ കൂട്ടായ്മയ്ക്ക് വലിയ അലങ്കാരമാണ്. അതുപോലെ ഷിബുവിൻ്റെ ഭാര്യ റെനി ഷിബു ഇവിടെ ഉണ്ട്. അപ്പോൾ അവരുടെ കുടുംബത്തിൽ ഇങ്ങനെയുള്ള സാമൂഹ്യ പ്രവർത്തന രംഗത്ത് സുസ്ഥിരമായിട്ടുള്ള സേവനം ചെയ്യുന്ന കുടുംബമാണ് തെക്കേമറ്റം ഷിബുവിൻ്റെ ഫാമിലി. അപ്പോൾ സമൂഹത്തിൽ എത്രയോ പേര് ജീവൻ രക്ഷിച്ചിട്ടുണ്ട്. അതാണ് ഏറ്റവും വലിയ കാര്യം. ഒരു മനുഷ്യജീവൻ നഷ്ടപ്പെടുത്താതെ ഓരോ തുള്ളി ചോരയിൽ നിന്നും 1000 ജീവിതം കെട്ടിപ്പടുക്കുവാനായിട്ട് സാധിക്കുന്നത് ഒരു വലിയൊരു കാര്യമാണ്. രക്തദാനം, ജീവദാനം, രക്തദാനം മഹാദാനം എന്നൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി എനിക്ക് തോന്നുന്നത് നമ്മുടെ പാലാ രൂപതയ്ക്കല്ല, മൊത്തം നമ്മുടെ കത്തോലിക്ക സഭയ്ക്ക് തന്നെ അഭിമാനമായി മാറിയിരിക്കുന്ന അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ കൊണ്ട്, അത് ഒരിക്കലും പ്രസംഗത്തിലല്ല, പ്രവൃത്തിയിലൂടെ മറ്റുള്ളവർക്ക് മാതൃകയായി മാറിയിരിക്കുന്ന വേഗത്താനത്തച്ഛൻ്റെ ഇടവകയിൽ ഇത്രയും നല്ലൊരു പ്രോഗ്രാം നടക്കുന്നത് കാണുമ്പോൾ വളരെയേറെ സന്തോഷമുണ്ട്. ഞങ്ങൾ ആരോഗ്യവകുപ്പിൻ്റെയും ജനമൈത്രി പോലീസിൻ്റെയും പാലാ ബ്ലഡ് ഫോറത്തിൻ്റെയൊക്കെ പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനങ്ങൾ ബഹുമാനപ്പെട്ട വികാരിയച്ഛനെയും ഈ ഇടവകയെയും അറിയിക്കാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. രക്തദാനം, ജീവദാനം എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ പലരും മുമ്പെയൊക്കെ ഞാൻ കണ്ടു, രക്തം കൊടുത്താലോ എന്നൊക്കെ ചോദിക്കുമ്പം പിന്നെ കൊടുക്കാം അല്ലെങ്കിൽ അടുത്ത ദിവസം കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ് ചെറിയ ഒഴിഞ്ഞുമാറലൊക്കെ ഓരോ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. പക്ഷേ രക്തത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാവണമെങ്കിൽ നമ്മുടെയൊക്കെ കുടുംബത്തെ ഒരാവശ്യം വന്നെങ്കിൽ മാത്രമേ അതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കുന്നുള്ളൂ. വളരെ നിർണായകമായിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം അപകടങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ
രക്തത്തിന് വലിയ ആവശ്യമൊക്കെ വരുന്ന സമയത്ത് എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അപ്പനും അമ്മയൊക്കെ ഇന്ന് ആരോഗ്യത്തോടെ ഏറ്റു നടക്കുന്നുണ്ടെങ്കിൽ പലതവണ നമ്മുടെ മരിയൻ മെഡിക്കൽ സെൻ്ററിൽ നിന്നും രക്തമൊക്കെ സ്വീകരിച്ച് ബഹുമാനപ്പെട്ട ഈ ടിജു തെക്കേമറ്റം സാറിൻ്റെ ഒക്കെ പേര് പറഞ്ഞ് പലതവണ മരിയൻ മെഡിക്കൽ സെൻ്ററിലാണ് എൻ്റെ പെങ്ങളും എൻ്റെ ഭാര്യയും രണ്ടുപേരും അവിടെ പഠിച്ച നേഴ്സുമാരാണ്. ഇവിടെയും ധാരാളം ആളുകൾ മരിയൻ മെഡിക്കൽ സെൻ്ററിലൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ പല അവസരങ്ങളിലും ജീവൻ രക്ഷിക്കുവാൻ വേണ്ടി കാരണഹേതുവായ ഒരു പുണ്യപ്രവർത്തി ചെയ്തൊരു വ്യക്തി കൂടിയാണ് ഇവിടെ ഇരിക്കുന്ന നമ്മുടെ ടിജു സാറ്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു സമ്മേളനത്തിൻ്റെ എല്ലാവിധ മംഗളങ്ങളും ഞാൻ ആശംസിക്കുകയാണ്. വളരെ നല്ലൊരു സുദിനമാണെന്ന്. കാരണം രക്തം കൊടുക്കുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഗുണങ്ങളെക്കുറിച്ചും ഇവിടെ നമ്മൾ വളരെ വ്യക്തമായിട്ട് ഷിവ് സാർ പറയുന്നുണ്ടായി. ഈ നമുക്കിപ്പം കുർബാന തുടങ്ങാറായി സമയം വളരെ കടന്നു പോയിരിക്കുന്നു. ഈ സമയത്തും ഈ ഞായറാഴ്ച എല്ലാവർക്കും പല തിരക്കുള്ള ദിവസങ്ങളാണ്. ഈ ദിവസങ്ങളിലും ഞങ്ങളുടെ ഈ ഇടവ വരികയും ഇവിടെ വന്ന് ഞങ്ങളുടെ ഇടവയോട് കാണിച്ച ഈ സ്നേഹത്തിന് ഷിവ് സാറിനും ഈ വേദിയിരിക്കുന്ന നമ്മുടെ പ്രസിഡന്റ് ജിജിയും തമ്പിക്കും മറ്റെല്ലാ വ്യക്തികൾക്കും എൻ്റെ ഒറ്റവാക്കി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി.